ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു നോമ്പ് തുറക്കാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സുകാരനെ നടത്തുന്ന ഒരു നോമ്പ് തുറ. അതിനുവേണ്ടി നമ്മൾ കോളേജ് കഴിഞ്ഞ് നേരെ വന്നത് നമ്മുടെ ക്ലാസ്സിലെ ഗൗരിയുടെ വീട്ടിലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളോട് വന്നപ്പോഴേക്ക് നമ്മുടെ ചെക്കന്മാരൊക്കെ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഇഷ്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കയറി. അതായത് നമ്മുടെ ഫുഡും ജ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടി. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മുഹബത് കാ സർബത്ത് ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു തുടങ്ങി. അങ്ങനെ അത് സെറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊരു മാംഗോ ജ്യൂസ് കൂടെ അതിനോട് ഉണ്ടാക്കി. അങ്ങനെ അത് സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി. പിന്നെ നമ്മൾ ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടി തുടങ്ങി. നോമ്പ് തുറക്കാൻ വേണ്ടി ഫുഡൊക്കെ സെറ്റ് ആക്കി വെക്കണ്ടേ. പിന്നെ ഞങ്ങൾ ചിലവർക്ക് നോയമ്പൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനൊക്കെ സാധാരണ 50 നോയമ്പ് 25 നോയമ്പൊക്കെ എടുത്തിട്ടുള്ളൂ. ഇങ്ങനത്തെ നോയമ്പൊക്കെ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാങ്ക് വിളിച്ച്, എനിക്ക് അതിന്റെ കറക്റ്റ് പേര് അറിയത്തില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ക്ലാസ്സിലെ ഹക്കാണെന്ന് പറഞ്ഞ് മുറിപ്പിച്ചത്. അപ്പൊ എന്തായാലും രാവിലെ പോലെ കഴിച്ചപ്പോഴത്തേക്ക് എന്ത് സുഖമായിരുന്നു അറിയാവോ. സത്യം പറയാലോ, ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ. രാവിലെ പോലെ ഫുഡും വെള്ളം കുടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ദിവസം എടുത്തപ്പോൾ മനസ്സിലായി. അങ്ങനെ നമ്മുടെ മെയിൻ കോഴ്സായിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവന്മാരാണ് ചെമ്പ് പൊട്ടിച്ചത്. സത്യം പറയാലോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ബിരിയാണിയും കഴിച്ചു. അത് കഴിഞ്ഞ് ചെറിയൊരു വേറെ പരിപാടി കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ക്ലാസ്സിലെ ആദ്യയുടെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി. അപ്പൊ എന്തായാലും നമ്മൾ അവൻ അറിയാതാണ് കേക്ക് വാങ്ങിച്ചത്. അവൻ എന്തായാലും കേക്ക് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയി. അവൻ വിചാരിച്ച് നമുക്കാർക്കും ഓർമ്മയില്ലെന്നാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കേക്ക് മുറിച്ച് നമ്മളെല്ലാവരും നേരെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഇരുന്നു. അങ്ങനെ അവസാനം നമ്മളെല്ലാവരും ഒരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിറങ്ങി. അപ്പൊ എന്തായാലും ഈ പരിപാടി ഇത്ര അടിപൊളിയായിട്ട് നടന്നത് ഗൗരിയുടെ വീട്ടിൽ വെച്ച് നടത്തിയോണ്ടാണ്. അപ്പം ഗൗരിയോടും ഗൗരിയുടെ വീട്ടുകാരോടും വലിയൊരു നന്ദി തന്നെ പറയുന്നു.